പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ചീരയാണ്. ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും. കാര്യമായ യാതൊരു വളവും ഇതിന് വേണ്ട. നമ്മൾ മണ്ണിൽ എവിടെയെങ്കിലും അത് വെറുതെ ഇട്ട് കൊടുത്താൽ പോലും അത് കാട് പോലെ വളരും. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ഈ പൊന്നാങ്കണ്ണി ചീര ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒന്നോ രണ്ടോ ഒരല്പം മുറിച്ച് വെച്ചാൽ മതി. പ്രിയമുള്ളവർ, ഞങ്ങളുടെ സിറ ഇനത്തിൽപ്പെട്ട മുളകാണ്. ഏതാണ്ട് 20-25ഓളം തൈകൾ ഞാൻ വെച്ചിരുന്നു. അത് വളർന്ന് വലുതായി. കഴിഞ്ഞ മെയ് ജൂൺ ഒരു ജൂലൈ മാസം മുതൽ ഞങ്ങൾക്ക് ഒരുപാട് മുളക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ കറിക്ക് ആവശ്യമുള്ള മുളക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഉണക്കി പൊടിച്ച് മുളക് പൊടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുമൊക്കെ ഈ സിറ ഇനത്തിൽപ്പെട്ട മുളക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുളകിന് വേണ്ടി പുറത്തോട്ട് പോകേണ്ടി വരത്തില്ല. നോക്കേണ്ടത് ഇത് ഞങ്ങളുടെ വെണ്ടയാണ്. നല്ല വെണ്ടത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. ഏതാണ്ട് 40ഓളം ഗ്രോബകളായിട്ട് ഒരു 70-നടുത്ത് വെണ്ടത്തൈ ഞാൻ വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഞങ്ങൾക്ക് കറി വെക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ കാന്താരി മുളകാണ്. ഞാനത് ആദ്യം 10-15-20ഓളം ഗ്രോ ബാഗിൽ വെച്ചു. ഏതാണ്ട് 6-7 ഒരു 10 മാസത്തോളമായിട്ട് ഇത് ഇപ്പോഴും ഞങ്ങളുണ്ട്. ഒരുപാട് പച്ചമുളക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കാന്താരി മുളക് കിട്ടുന്നുണ്ട്. അത് ഉണക്കി പൊടിച്ച് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വഴുതനയാണ് കേട്ടോ. ഈ വഴുതനയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, വഴുതന വെക്കുന്ന സമയത്ത് അത് വളർന്ന് വരുന്ന ഒരു 1.5-2 മാസം കഴിയുമ്പോൾ ഒരുപാട് വഴുതന നമുക്ക് കിട്ടും. അത് നല്ല വഴുതന കിട്ടും. പക്ഷേ പിന്നീട് ആ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വളർച്ച മുരടിക്കുകയും പിന്നെ വരുന്ന വഴുതനയുടെ വലിപ്പമൊക്കെ